എൻ്റെ ഒരു ദിവസത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് ഈ വൈകുന്നേരങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലൊരു വൈകുന്നേരത്തിലേക്ക് നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇന്ന്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യുന്നത് എൻ്റെ വാടിക്കിടക്കുന്ന ചൈനീസ് ബോൾസത്തിനൊക്കെ കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അകത്തോട്ട് പോലും കയറാറുള്ളൂ. അതിനുശേഷം മോന് കഴിക്കാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് ഞാനൊരു ചൂട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പതുക്കെ നമ്മൾ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങും. അപ്പോൾ ആദ്യം നമ്മുടെ പച്ചക്കറിയൊക്കെയാണ് ഇന്ന് നോക്കിയത്. കുറേ പയറൊക്കെ പടർന്ന് അവർ എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ്. അപ്പോൾ അവരെല്ലാം നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ കയറിലിട്ടൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി അവരെ തൊട്ടും തലോടിയൊക്കെ അവിടെ ഇരുന്ന ടൈം പോകുന്നത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പണികളുണ്ട്. മുറ്റത്ത് കിടക്കുന്ന തുണിയെല്ലാം പറക്കി അകത്തിട്ടതിന് ശേഷം നമുക്ക് മുറ്റൊന്ന് അടിച്ചു വാരണം. ഇതിപ്പോൾ അടിച്ചു വാരിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഞാൻ വീക്കിലി ഇപ്പോൾ 2 ടൈംസൊക്കെ തൂത്ത് വാഷ് ചെയ്യാറില്ല, തൂത്ത് വാരാറുള്ളൂ. കാരണം ദിവസവും ഇതുപോലെ തൂത്ത് വാരാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. കാരണം നമുക്ക് ബാക്ക് സൈഡ് തന്നെ തൂത്ത് കഴിയണമെങ്കിൽ അത് തൂത്ത് പിന്നെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ കഴിയുമ്പോൾ സന്ധ്യയോടെടുക്കും. അന്നേരം പിന്നെ നമുക്ക് അകത്തേക്ക് കയറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് തൂക്കലൊന്നും പോസിബിൾ അല്ല കേട്ടോ. ഇങ്ങനെ തൂക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഉള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ആ ചെടികളൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഇടയിലുള്ള കരിയിലേക്ക് ഒന്ന് തൂത്ത് അക്കൂട്ടത്തിൽ നമ്മുടെ ചെടികളോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ തൂക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാവോ. അത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ഒരു എനർജി തന്നെയാണ്. നമ്മുടെ ഈ മുളകിലെല്ലാം പൂ വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇതുവരെ കാ ആയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടേ. അതിന് എന്തെങ്കിലും അസുഖമാണോ എന്നറിയില്ല. കീടനാശിനിയും വേപ്പെണ്ണയൊക്കെ ഇടയ്ക്ക് ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ടേ. നമ്മുടെ വഴുതനയും തക്കാളിയൊക്കെ കുറച്ച് വിളവെടുക്കാറായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം കാണിക്കാമേ. നമ്മളന്ന് വാഗമണ്ണിൽ കൊണ്ടുവന്ന സീഡ്സ് പാകിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുവരെയും മുളച്ചു വന്നിട്ടില്ല. ഞാനന്ന് വീഡിയോയിൽ കൊങ്ങിണിച്ചെടി എന്നാണ് പറഞ്ഞത്. ശരിക്കും കൊങ്ങിണിച്ചെടിയല്ല, നമ്മുടെ എന്താണ് മാരിഗോൾഡിൻ്റെ സീഡ്സ് ആയിരുന്നേ. അത് വാഗമണ്ണത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അവർക്കിനി ഇവിടുത്തെ ക്ലൈമറ്റ് സെറ്റ് ആകാത്തത് കൊണ്ടാണോ അതോ ഞാൻ കൊടുത്ത പോട്ട് മിക്സിൻ്റെ പ്രോബ്ലം ആണോ എന്താണെന്ന് അറിയില്ല. ഇനി എന്തായാലും കുറച്ച് സീഡ്സും കൂടി ഇരിപ്പുണ്ട്. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പാകി നോക്കണം. ഇനിയിപ്പോൾ അവരെ ആ തണുപ്പത്ത് നിന്ന് ഞാൻ ഈ ചൂടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ അവർക്ക് ഞാൻ കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടി ഒന്നുകൂടി പാകി നോക്കണം. ഇനി നമുക്ക് ഈ കരിയിലെല്ലാം നമുക്ക് കരിയില കമ്പോസ്റ്റിലേക്ക് ഇടണേ. ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ കരിയിലയിലാണല്ലോ നടുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ചാക്കിലേക്ക് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തൂത്ത് കൂട്ടുന്നത് തന്നെ 2 ചാക്കിൽ നിറയ്ക്കാനുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് ചീരയുടെ സീഡ്സ് പാകിയിട്ടുണ്ടായിരുന്നേ. എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി കുറച്ചുകൂടി വളർന്നൊരു 4 പരുവൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടണേ. അതുപോലെ നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിൽ നമ്മളെ ഡെയ്സി പ്ലാന്റ് ഞാൻ 1-2 വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലവറായി നിന്നതായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അതിനകത്തുനിന്ന് ഞാൻ എടുത്ത് 3-4 പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 പോട്ടിലുള്ളത് ചെറിയ മുളയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രൊപ്പഗേഷൻ ഏരിയയിൽ വെച്ചിട്ടുള്ള നമ്മുടെ അരയിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് ഇലകളുണ്ട്. നമ്മുടെ റംബൂട്ടാൻ്റെ ഇല, ആഞ്ഞിലി, അതുപോലെ പ്ലാവ്, പറങ്കിമാവ്, അതിൻ്റെ എല്ലാ ഇലകളുണ്ട്. അതുപോലെ നമ്മുടെ റബ്ബറിൻ്റെ ഇലയും കുറച്ചുണ്ട്. ഞാൻ ഒന്നും ഒഴിവാക്കാറില്ല, എല്ലാം കൂടി തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ അക്കൂട്ടത്തിൽ നമ്മൾ എത്ര പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയാലും ഇടയ്ക്ക് പ്ലാസ്റ്റിക് കാണും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. അത് കിടന്നിട്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ. ഈ ചാക്കിൽ ഓൾറെഡി നമ്മൾ കരിയില ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണേ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നത്തെ കരിയില കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇനിയിപ്പോൾ ചാക്കില്ല കേട്ടോ. 3-4 ചാക്കിൽ ഞാൻ ഇതുപോലെ കരിയില സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് അമർത്തിയാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് താഴത്തേക്ക് അമർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്ത് കരിയില ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിനിപ്പോൾ ഞാൻ മണ്ണൊന്നും ഇടുന്നില്ല. സാധാരണ മോൻ എനിക്കിപ്പം കൂടാറുള്ളതാണ്. ഇന്ന് പുള്ളിക്കാരൻ വേറെ എന്തോ വർക്കിലാണെന്ന് തോന്നുന്നേ.
ഇനി ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് പുളിച്ച് കഞ്ഞിവെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കമ്പോസ്റ്റായി കിട്ടി. ശരിക്കും കമ്പോസ്റ്റ് ആവാൻ ഞാൻ ഇവരെ അനുവദിക്കാറില്ല കേട്ടോ. 3 മാസം വരെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല പൊടിഞ്ഞ് കിട്ടാറ്. പക്ഷേ ഞാനതിന് മുന്നേ ഓരോന്നും നടാനായിട്ട് അങ്ങ് എടുക്കുകയും ഇനി നമുക്ക് ഇവർക്കെല്ലാം വെള്ളം ഒഴിക്കണം. ഫ്രണ്ട് ഞാൻ ഇന്ന് തൂക്കാൻ നിൽക്കുന്നില്ല. അതും കൂടി തൂക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് നേരെ ഇരുട്ടും. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊപ്പഗേഷൻ ഏരിയയിൽ വെച്ചേക്കുന്ന സീഡ്സിനൊക്കെ ഇതുപോലുള്ള സ്പ്രേയറിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ ചീരയ്ക്കും അതുപോലെ നമ്മൾ ചെറിയ പ്ലാന്റ്സിനുമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ശക്തമായിട്ട് വെള്ളം ഒഴിച്ചാൽ അത് നശിച്ചു പോയില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനാണ് വെള്ളം കൊടുക്കാറ്. ഇനി നമ്മുടെ വാട്ടറിങ് ക്യാനിനകത്താണ് നമ്മൾ ഈ വെജിറ്റബിൾസിനെല്ലാം വെള്ളം ഒഴിക്കുന്നത്. ഈ വാട്ടറിങ് ക്യാൻ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിതിനെ ക്യാരി ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ഒരുപാട് വെള്ളം വേസ്റ്റ് ആയില്ല. മിക്ക ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ പച്ചക്കറികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് മോനാണേ. അവന് ഈ വാട്ടറിങ് ക്യാനിലായതുകൊണ്ട് കൊണ്ടു നടന്ന് ഒഴിക്കാൻ എളുപ്പമാണ്, അത് ഇഷ്ടമാണേ. ഇവർക്കിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ശരിക്കും അത് ചെയ്ത് ശീലമുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ പറഞ്ഞാലെ കൊണ്ട്. അതിലൊരു മൊട്ട് വരുമ്പോൾ ഒരു കാ വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഹാപ്പി ആവാനായിട്ട് വേറൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളമാണ്. അതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ പറിക്കാറായി കിടപ്പുണ്ടേ. ഇനി വാട്ടറിങ് ക്യാനിൽ വെള്ളം ഒഴിക്കുന്ന സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കാണ് വെള്ളം ഒഴിക്കാനുള്ളത്. ഫ്രണ്ടിലെ മുറ്റം ഇന്ന് അടിച്ച് വാരിയിട്ടില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ റീപ്ലാന്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കാനോ ഒക്കെ ഉള്ള ദിവസങ്ങൾ ഇതുപോലെ അടിച്ചു വാരാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം എല്ലാത്തിനും കൂടി കിട്ടാറില്ല കേട്ടോ. ഈ ചൈനീസ് മത്സ്യത്തിന് ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് വെള്ളം കൊടുത്തതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി കൊടുക്കാം. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഞാൻ വരുന്ന ടൈമിൽ. അതിനുശേഷമാണ് ഞാൻ അകത്തേക്ക് കയറുള്ളത്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ് ഇവരുടെ കാര്യം. അവർക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോവുകയാണേ. ഇനി നമുക്ക് വാട്ടറിങ് ക്യാനിലൊക്കെ കൊണ്ട് നടന്ന് ഒഴിക്കാനുള്ള ടൈം കാണത്തില്ല. അതുകൊണ്ട് ഇവർക്കെല്ലാം ഞാനിങ്ങനെ ഓസ് വെച്ച് തന്നെയാണ് വെള്ളം ഒഴിക്കാറുള്ളത്. ചിലതിന് ശക്തിയായാൽ ഒഴിച്ചാൽ പ്രോബ്ലം ഉള്ളതിന് അങ്ങനെ അത്ര ശക്തിയായിട്ട് ഒഴിക്കാതെ പതുക്കെ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മുടെ റോഡ് സൈഡിൽ നട്ടേക്കുന്നത് മോൻ തന്നെയാണ് ഇനി സ്ഥിരം വെള്ളം ഒഴിക്കുന്നത്. അവൻ തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥനാക്കിയേക്കുന്നത് ഞാൻ. അതുകൊണ്ട് അതിൽ പൂക്കളൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നടാനും ഭയങ്കര ഉത്സാഹമാണ്. അത് വലിയ ഇഷ്ടമാണ് അവൻ ഇവിടെ വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.